ഇവളെന്താ വാതിലൊക്കെ അടച്ചിട്ട് ഉറങ്ങാവോ? ഇവിടെ കിടന്ന് ഉറങ്ങ. വാതിൽ കുറെ നേരം അടിച്ചിട്ട് തുറക്കണില്ലല്ലോ. മോളെ എത്ര നേരം കോളുമ്പല്ലടിക്കണേ? വാതിൽ തുറക്കാൻ വാതിൽ പോയി തുറന്നേ. വിളിക്കുന്ന കേട്ടില്ലേ? ഫോൺ ചെയ്യണ്ടായണോ? ഇവളെ കാണാനില്ലോ. ഹായ് ചേച്ചി. ചേച്ചി ഞാൻ ഹായ് പറഞ്ഞത് കേട്ടില്ലേ? എന്നിട്ട് ആലോചിച്ച് നിക്കണേ. ഞാൻ നീ വിളിച്ചത് കേട്ടില്ലടി. ഞാൻ ഓരോന്നാലോചിച്ച് നിന്ന് പോയി. ഇവിടെ എന്താ മുഖത്തൊരു വിഷമം? എന്താ പറ്റിയ കാര്യണ്ട്? ഒരു കാര്യണ്ട്. നീ ആരോടും പറയല്ലേ. എനിക്ക് സമാധാനമില്ല, മനസ്സമാധാനമില്ല. അതേ മോള് കുറച്ച് ദിവസമായിട്ട് വാതിലടച്ചിട്ടിരിക്കില്ല റൂമിൽ. ഫോൺ വിളി തന്നെ. അവളോട് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിശ്വാസമില്ലാണ്ട് ചോദിക്കുമ്പോഴത്തെ പിള്ളേരല്ല, അവരെ കാര്യം പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് പിന്നെ അവള് നമ്മളോടുള്ള ഇത് പോവും. എങ്ങനെയൊന്നും അറിയാം. നിനക്ക് വല്ലതും അറിയാം? നീ അവളും കൂടി കൂട്ടുകാരായിട്ട് വർത്തമാനം പറയണതല്ലേ. എന്തെങ്കിലും അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടാ? എനിക്ക് സമാധാനമില്ല. ഇപ്പോഴത്തെ കാലല്ലേ, എന്തിട്ടൊക്കെ ചെന്ന് ചാടാന്ന് അറിയില്ലല്ലോ. എനിക്കറിയില്ല ചേച്ചി, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അവളങ്ങനെ വല്ലതുണ്ടെങ്കിൽ എന്നോട് പറയില്ലേ? അല്ലെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യും, ഈ ഒരു ഫോൺ എടുത്തിട്ടേ ചേച്ചിയുടെ ഫോൺ എടുത്തിട്ട് അവൾ സംസാരിക്കുമ്പോൾ ഫുൾ റെക്കോർഡ് ഓൺ ചെയ്തിട്ട് വെക്കുക. അവള് കാണാണ്ട് വെക്കണേട്ടാ. അപ്പൊ മനസ്സിലാവും അവൾ ആരോട് സംസാരിച്ചെന്ന്. അങ്ങനെ ചെയ്തോക്ക്. അത് നല്ല ഐഡിയ. എൻ്റെ ഫോൺ ഓണാക്കിയിട്ട് അവളറിയാണ്ട് വെക്കാല്ലേ. അല്ലാണ്ട് അവള് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോശമാവും. എന്തായാലും അത് ചെയ്തോക്കാം. ഞാനേ പാല് കുടിക്കാൻ പോയിട്ട് വരാം. അപ്പുറത്തെ കടയിലേക്ക് കേട്ടോ. എന്തെങ്കിലും കഴിച്ച കുറെ നേരം ഇരിക്കണേ. അടുക്കള ചായ വെച്ചിട്ടുണ്ട്. ഹലോ ഇടി, അപ്പോൾ എല്ലാം പറഞ്ഞത് ഓക്കെ അല്ലേ? നാളെയാണ് അമ്മയുടെ പിറന്നാൾ. അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് കേക്കും ഗിഫ്റ്റും ഒക്കെ പ്ലാൻ ചെയ്തത് അതേപോലെയാണ് നടക്കണം കേട്ടോ. അമ്മയ്ക്കറിയില്ല. അമ്മയ്ക്ക് 2 ദിവസമായിട്ട് എന്നെ നല്ല ഡൗട്ടുണ്ട്. അമ്മയ്ക്കറിയില്ലല്ലോ ഞാൻ ബർത്ത്ഡേ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കണതാണ്. നാളെ അമ്മയ്ക്ക് മനസ്സിലാവണം എൻ്റെ സ്നേഹം. അമ്മ ഇതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അമ്മയ്ക്ക് ഭയങ്കര സർപ്രൈസാവും. അപ്പോൾ എല്ലാതും പ്ലാൻ ചെയ്ത പോലെ നേരത്തെ വരണേട്ടാ. എൻ്റെ മോളെൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്ര നേരം വിളിച്ചു കളി. ഞാൻ വെറുതെ എൻ്റെ മോളെ തെറ്റിദ്ധരിച്ചു. പാവം. നിഷ പറഞ്ഞ ഐഡിയ നന്നായി. എന്തായാലും ചോദിച്ചെങ്കിൽ നാണം കെട്ടാനേ. മോളെ ചായ കുടിച്ചാ? അമ്മ ഉഴുന്നോടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കഴിച്ചാ? കഴിക്കിച്ചല്ലേ. അമ്മ ഇപ്പൊ തന്നെ മേടിക്കോ? അതെ, ഒരു മിനിറ്റ് കേട്ടാ. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം.
അമ്മയ്ക്ക് എന്നെ ഡൗട്ടായിട്ട് അമ്മ ഞാൻ ആരോടാ സംസാരിക്കണേന്ന് കേൾക്കാനും ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഹലോ ഡാ, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായിട്ട് അമ്മ എൻ്റെ പിറകെ തന്നെ ഉണ്ടെന്ന്. ഞാൻ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് എന്തോ ഡൗട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ അമ്മ ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് പോയി വെക്കുക, അമ്മ അപ്പുറത്തേക്ക് പോയി വെക്കുക. അമ്മയ്ക്ക് ഡൗട്ടുണ്ട്, എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഹലോ, അതെ, ഒരു വഴിയുണ്ട്. അമ്മയുടെ ബർത്ത്ഡേ നാളെ. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാന്നുള്ള രീതിയിൽ ഞാൻ ഫോൺ ചെയ്യണ പോലെ, ഫ്രണ്ട്സിനെ വിളിക്കണ പോലെ വിളിക്കപ്പോൾ അപ്പം അമ്മ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതല്ല കാണാം. അമ്മയുടെ ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട്